നമ്മൾ ഇന്ന് രണ്ട് വൈസ്രോയിമാരെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് നോർത്ത് ബ്രൂക്ക് പ്രഭുവും മറ്റൊന്ന് ലിറ്റൺ പ്രഭുവും. നോർത്ത് ബ്രൂക്ക് പ്രഭു, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1872 മുതൽ 1876 വരെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ഭരണ പരിഷ്കാരമായിരുന്നു ഇന്ത്യയിൽ കയറ്റുമതി ചുങ്കങ്ങൾ നിർത്തലാക്കുകയും ഇറക്കുമതി ചുങ്കങ്ങൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. അദ്ദേഹം ഇൻകം ടാക്സ് നിർത്തലാക്കി. ഇൻകം ടാക്സ് നിർത്തലാക്കി. നമ്മൾക്ക് അടുത്ത വൈസ്രോയിലോട്ട് പോകാം. ലിറ്റൺ പ്രഭു, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1876 മുതൽ 1880 വരെയാണ്. അദ്ദേഹം ഇന്ത്യക്കാരെക്കാൾ ഉപരി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ നയങ്ങൾ സ്വീകരിച്ചിട്ടുള്ള വൈസ്രോയി ആയിരുന്നു ആര്? ലിറ്റൺ പ്രഭു. ലിറ്റൺ പ്രഭുവിന്റെ തൂലികാ നാമമാണ് ഓവൻ മെരിഡിത്ത്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? അതും ലിറ്റൺ പ്രഭുവാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളും പ്രധാന നിയമങ്ങളും നയങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് റോയൽ ടൈറ്റിൽസ് ആക്ട്. റോയൽ ടൈറ്റിൽസ് ആക്ട് പാസ്സാക്കിയത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? ലിറ്റൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലാണ്. വർഷം ഏതാണ്? 1876. അപ്പോൾ എന്താണ് റോയൽ ടൈറ്റിൽസ് ആക്ട്, അല്ലെങ്കിൽ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ നിയമപ്രകാരം വിക്ടോറിയ രാജ്ഞിക്ക് ഇന്ത്യയുടെ ചക്രവർത്തി അല്ലെങ്കിൽ